നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. മഞ്ചേശ്വരത്തെ കുറിച്ചാണ് പറയാനുള്ളത്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാസർഗോഡ് ജില്ലയുടെ BJP സാരഥിയായ ML അശ്വിനിയുടെ പേര് നേരത്തെ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അവരെ മറികടന്നുകൊണ്ട് നേരത്തെ 2-3 തവണ കടുത്ത മത്സരം കാഴ്ചവെച്ച് നേരിയ മാർജിനിൽ പരാജയപ്പെട്ട കഴിഞ്ഞ തവണ 600 ചില്ലാനം വോട്ട്, അതിനു മുമ്പ് 86 വോട്ടിനൊക്കെയാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഏറ്റവും ഒരു ഹോട്ട് സീറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ചർച്ചയാകുന്ന സീറ്റാണ്. കാരണം BJPയുടെ സാധ്യതകൾ അവരുടെ ക്ലാസ് മണ്ഡലത്തിൽപ്പെടുന്നതാണ്. അവർ എല്ലാ രീതിയിലും അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മത്സരിക്കുന്ന മണ്ഡലമാണ്. പാർട്ടി സംവിധാനങ്ങൾ, ദേശീയ നേതൃത്വം, കർണാടകയിലെ നേതൃത്വം പരമാവധി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുക, അനധികൃതമായ ആരെങ്കിലും ചേർത്തോ എന്നൊക്കെ അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ അതിന്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. SIR പട്ടികയിൽ നിന്നും എത്ര ആളുകൾ പുറത്തുപോയി, പുതിയതായിട്ട് ആരൊക്കെ വന്നു ചേർന്നു, കർണാടകയിൽ നിന്നും ഇങ്ങോട്ട് ആളുകളെ ഇറക്കുമതി ചെയ്ത് വോട്ടർ പട്ടികയിൽ ഇടം പിടിപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെ വളരെ വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിം ലീഗിന്റെ AK അഷ്റഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ച കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കും. കാരണം ഈ സീറ്റ് എങ്ങനെയെങ്കിലും കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാവുന്നത് കാര്യമാണ്. കൃത്യമായിട്ട് ഒരു വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം പിടിച്ചെടുക്കാൻ കെ സുരേന്ദ്രൻ തന്നെ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുഭാഗത്ത് AKM അഷ്റഫ് എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്. കഴിഞ്ഞ ടൈമിൽ അവിടെ മത്സരിച്ചു, വിജയിച്ചു. 5 വർഷത്തെ പ്രവർത്തന പരിചയം, മുസ്ലിം ലീഗിന്റെ ഏറ്റവും സ്വീകാര്യനായ വ്യക്തി. മറ്റൊരു ഓപ്ഷൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം മണ്ഡലത്തിലില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും AKM അഷ്റഫിന് തന്നെ നിറക്കി വീഴുമെന്നാണ്. ഇനി LDFന്റെ സ്ഥാനാർത്ഥിയെ പറ്റിയാണ്. LDF സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ, നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ആളുടെ മകൻ, അദ്ദേഹം മത്സരിക്കുമെന്നാണ് അനൗദ്യോഗികമായി പറയപ്പെടുന്നത്. അദ്ദേഹം CPMന്റെ മെമ്പർ അല്ല. CPMന്റെ സീറ്റാണ് മഞ്ചേശ്വരം മണ്ഡലം എന്നുള്ളത്. പക്ഷെ CPMന്റെ മെമ്പർ അല്ലാത്ത ഷാനവാസ് പാദൂർ അവിടെ ഇടതു സഹയാത്രികനായിട്ടാണ് നിലവിലുള്ളത്. നേരത്തെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് ചെങ്കള ഡിവിഷനിൽ UDFന്റെ ഏറ്റവും വിശ്വസ്തയായ സീറ്റായിരുന്നു. മുസ്ലിം ലീഗിന്റെ കോട്ട എന്നറിയപ്പെടുന്ന ചെങ്കള ഡിവിഷനിൽ അട്ടിമറി നടത്തിയിട്ടാണ് ഷാനവാസ് പാദൂർ വിജയിച്ചത്. ആ ഷാനവാസ് പാദൂർ മഞ്ചേശ്വരം മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി LDF രംഗത്തിറങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് അനൗദ്യോഗിക വിവരങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം അനൗദ്യോഗികമായി പല ആളുകളെയും കാണുകയും സംസാരിക്കുകയും ചെയ്ത് പിന്തുണ ഉറപ്പിക്കുന്ന തരത്തിലാണ് അത്തരം ഒരു മുന്നണി നീക്കമാണ് LDF നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ അവിടെ പിന്നെയുള്ളത് SDPI ആണ്. SDPI എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് മഞ്ചേശ്വരത്തടക്കം മത്സരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നുള്ള സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫിന്റെ പ്രസ്താവന കേരളത്തിൽ വളരെയധികം ചർച്ചയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം എന്നുള്ളത് SDPIയുടെ അവരുടെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മണ്ഡലങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അങ്ങനെയുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJP ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലം എന്നുള്ള നിലയ്ക്കുള്ള മഞ്ചേശ്വരത്ത് SDPI കൂടി മത്സര രംഗത്തേക്ക് വന്നാൽ അത് മുന്നണികളെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. SDPIയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. SDPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യം വോട്ടുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മഞ്ചേശ്വരത്തേക്ക് SDPI വന്നാൽ അത് തീർച്ചയായും മുന്നണികളെ ബാധിക്കും. ബാധിക്കുന്നത് വിജയങ്ങളെയും ജയപരാജയങ്ങളെയൊക്കെ ബാധിക്കും. കേവലം 86, കഴിഞ്ഞ തവണ 600 ചില്ലാനും, അതിനിടയിൽ ഒരു നേരിയ മാർജിനാണ് മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFന് വ്യക്തമായ മേധാവിത്വമുണ്ട്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മറ്റു പലതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു നിലയ്ക്ക് വോട്ട് മറിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ധാരണകൾക്കോ തയ്യാറാവില്ല. അങ്ങനെ വന്നാൽ അത് വളരെ ശക്തമായ മത്സരങ്ങളിലേക്ക് വരികയും SDPIയുടെ വോട്ടുകൾ നിർണായകമാവുകയും ചെയ്യും. അങ്ങനെ നിർണായകമായാൽ ആ വോട്ടുകൾ ആർക്ക് ലഭിക്കുന്നു എന്നതോ അല്ലെങ്കിൽ SDPI മത്സരിച്ചാൽ അവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതും നിർണായകമാകും. ഷാനവാസ് പാദൂർ അല്ലെങ്കിൽ AKM അഷ്റഫ്, നിലവിൽ ഈ രണ്ടാളുകളാണ് മതേതര പക്ഷം എന്നുള്ളത് മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുന്നുള്ളത്. SDPIയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ AKM അഷ്റഫുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സമയത്തും അവർക്ക് അത്തരം വിഷയങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും BJPക്കെതിരെ ജയസാധ്യത മുൻനിർത്തി ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പിന്തുണച്ച നയസമീപനം സ്വീകരിച്ചിരുന്നു ഇത്രയും കാലം. പക്ഷെ ഇപ്രാവശ്യം അതുണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. AKM അഷ്റഫിന് ഒറ്റയ്ക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഷാനവാസ് പാദൂർ വന്നുകൊണ്ട് അവിടെ
ഗ്രൗണ്ട് ലെവൽ വളരെ അട്ടിമറി, ഇതിനു മുമ്പും മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ നേടിയിട്ടുള്ള അട്ടിമറികൾ ഷാനവാസ് ബഹാദൂറിന് കരുത്താകുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഈ മേഖലകളിൽ കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ SDP അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുമോ, അദ്ദേഹത്തിന് അത് കഴിയുമോ എന്നൊക്കെയാണ് പിന്നീട് നോക്കേണ്ടത്. ഏതായാലും ഷാനവാസ് ബഹാദൂർ അവിടെ മത്സരിക്കുകയാണെങ്കിൽ കടുത്ത മത്സരം തന്നെ മൂന്ന് മുന്നണികളും തമ്മിൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. BJPയും UDFും LDFും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും പിന്നീട് മഞ്ചേശ്വരത്ത് സാക്ഷിയാവുക എന്ന് പറയേണ്ടി വരും. അല്ലാത്ത പക്ഷം UDFും BJPയും തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ് സാധ്യതപ്പെടുന്നത്. ഷാനവാസ് ബഹാദൂർ LDF സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ അത് LDF UDF BJP മത്സരമായിട്ട് മാറുമെന്ന കാര്യത്തിലും സംശയമില്ല.